ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് 6ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ 3ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ പാഠഭാഗമായിട്ടുള്ള അതിജീവനത്തിൻ്റെ തുടക്കം എന്നുള്ള പാഠഭാഗവും ഇതിലെ പ്രവർത്തനങ്ങളുമാണ്. അപ്പോൾ ഇതുവരെയുള്ള ബാക്കി എല്ലാ പാഠഭാഗങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയിട്ട് കാണാം. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു പാഠഭാഗത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്നത്. അതിജീവനത്തിൻ്റെ തുടക്കം എന്നതാണ് പാഠഭാഗത്തിൻ്റെ പേര്. ഇപ്പോൾ വയൽ കാഴ്ചകൾ എന്നുള്ള ആ ഒരു വയലിലെ കാഴ്ചകളെ കുറിച്ചിട്ടുള്ള കവിതയും അതിലെ പ്രവർത്തനങ്ങളും നമ്മൾ നോക്കിയതാണ്. അപ്പോൾ ഇവിടെ പഴയ കാലത്തെ വയലും കൃഷിയും കവിതയിലൂടെ പരിചയപ്പെട്ടു നമ്മളല്ലേ. എന്നാൽ ഇന്ന് പാടങ്ങൾക്കും പറമ്പുകൾക്കും പുഴയ്ക്കും മലയ്ക്കും വന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണ് എന്നതാണ് ഇവിടെ ഇനി നോക്കാൻ വേണ്ടി പോകുന്നത്. ദേവിയാർ കോളനി എന്ന ഗ്രാമം 4 മലകളുടെ താഴ്വരയിലാണ്. നടുവിലൂടെ 6 ഒഴുകുന്നു. ഇപ്പോഴും മധ്യവേനലവധിക്ക് സ്കൂൾ പൂട്ടാൻ കാത്തിരിക്കുന്ന കുട്ടിയാണ് ഞാൻ. വീടിനടുത്ത് 6, പുറകിൽ മല, മലക്ക് മുകളിൽ കയറിയ പിന്നെയും മലനിരകൾ, 2 മലകൾക്കിടയിലൂടെ വെള്ളിയരഞ്ഞാനം പോലെ ഒഴുകുന്ന പെരിയാറ്, എങ്ങും പച്ചപ്പ്, കൈത്തോടുകൾ. ആറ്റിൽ നീന്തണം എന്നാണ് എക്കാലത്തെയും ഏറ്റവും വലിയ മോഹം. ഒരിക്കൽ ആറ്റിൽ നിന്ന് കയറുന്ന പരിപാടിയില്ലായിരുന്നു. കണ്ണു ചുവന്ന് ചുറ്റും മഞ്ഞുപോലെ തോന്നിക്കുമ്പോൾ കരയിലെ കല്ലുകളിൽ കയറിയിരുന്ന് ഉണങ്ങുകയും പിന്നെയും ആറ്റിലേക്ക് ചാടുകയും ചെയ്യുന്ന തവളകളായിരുന്നു ഞങ്ങൾ. ആറിലെ വെള്ളം വറ്റിക്കണ്ടിട്ടില്ല. ഇപ്പോൾ ചെറുകുഴികളിൽ ചെറുചാലുകളായി വെള്ളം, അതും കറുത്തിരുണ്ട ചായപ്പൊടി വെള്ളം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന പ്രദേശമാണിവിടം. നേരിമംഗലം സംരക്ഷിത വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശം. മലയോര പ്രദേശമായതുകൊണ്ട് മഴ പെയ്താൽ വെള്ളം ചെരുവുകളിലൂടെ ഒഴുകി നേരെ പുഴയിലേക്ക് എത്തും. പുഴ കുറെ താഴോട്ടൊഴുകി പെരിയാറിലും. മുമ്പ് ആറ്റിലൊരുപാട് കല്ലുകൾ ഉണ്ടായിരുന്നു. മണൽ തെളിയുന്നിടത്തേക്ക് കല്ലൂർ വഞ്ഞിയും കുഞ്ഞു കണ്ടലും ഉണ്ടായിരുന്നു. വെള്ളം വല്ലാതങ്ങ് ഒഴുകിപ്പോകാതെ തടഞ്ഞു നിൽക്കാൻ ഇതൊക്കെ മതിയായിരുന്നു. ഇപ്പോഴതല്ല അവസ്ഥ. കെട്ടിടം പണിക്കും കയ്യാലപ്പണിക്കുമായി കല്ലുകളൊക്കെ പൊട്ടിച്ചെടുത്തു മനുഷ്യൻ. മണല് മുഴുവൻ കോരിക്കൊണ്ടുപോയി. മാത്രമല്ല, വേനലായ പലരും കൃഷിക്കും മറ്റുമായി പുഴയിൽ നിന്നും വെള്ളം പമ്പ് ചെയ്തെടുക്കാനും തുടങ്ങി. അതോടെ മഴ പെയ്യുന്ന വെള്ളം അതേ വേഗത്തിൽ പെരിയാറിൽ ചെന്നു ചേരുന്ന സ്ഥിതിയായി. വർഷത്തിൽ 1-2 മാസം മാത്രമാണ് ഇവിടെ കാര്യമായി മഴയില്ലാത്തത്. എന്നിട്ടാണ് ഈ അവസ്ഥ. അഴുക്കായ തുണി, പ്ലാസ്റ്റിക്, പൊട്ടിയ പാത്രങ്ങൾ തുടങ്ങി നാട്ടിലെ മാലിന്യങ്ങൾ മുഴുവൻ ആറ്റിലേക്ക് ഒഴുകുന്നു. ആറ്റിറമ്പ് കയ്യേറി ബഹുനില കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നു. ഇങ്ങനെ നാടിൻ്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. ഒരു വശത്ത് പരിസ്ഥിതി നാശത്തെ പറ്റിയും പറയുകയും മറുവശത്ത് സംരക്ഷണത്തെ പറ്റി ക്ലാസുകളും ചർച്ചകളും എങ്ങുമെത്താതെ പോവുകയും ചെയ്യുന്നു. പതിവ് പോലെ പരിസ്ഥിതി ദിനങ്ങൾ ആഘോഷങ്ങളിൽ മുഴുകും. ഭൂമിയെ രക്ഷിക്കൂ എന്നും മറ്റുമുള്ള പ്ലക്കാർഡുമേന്തി പച്ചയുടുപ്പിട്ട് കുഞ്ഞുങ്ങൾ മരത്തൈകൾ നടും. ചിലപ്പോൾ പ്ലാസ്റ്റിക് ശേഖരിക്കും, പ്രഭാഷണങ്ങൾ നടത്തും. അങ്ങനെ അതിമനോഹരമായ ഭൂപ്രദേശങ്ങൾ, വൈവിധ്യമാർന്ന ആവാസ വ്യവസ്ഥകൾ, ജീവന്റെ സമ്പന്നമായ ഇടം, ഭീമാകാരങ്ങളായ പർവ്വതങ്ങൾ മുതൽ വിശാലമായ സമുദ്രങ്ങൾ വരെ, സമൃദ്ധമായ മഴക്കാടുകൾ മുതൽ വരണ്ട മരുഭൂമികൾ വരെ, എത്ര വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ് ഈ ഭൂമി. മനുഷ്യരുടെ കൈകടത്തലുകൾ കൊണ്ടും പ്രകൃതി പ്രതിഭാസങ്ങൾ കൊണ്ടും നമ്മുടെ ഭൂമി വലിയ വെല്ലുവിളികൾ നേരിടുന്നു. കാലാവസ്ഥാ വ്യതിയാനം, വനനശീകരണം, മലിനീകരണം, ജൈവ വൈവിധ്യത്തിന്റെ നഷ്ടം തുടങ്ങിയ പരിസ്ഥിതിക പ്രശ്നങ്ങൾ നമ്മുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കിയിരിക്കുന്നു. ആഗോളതലത്തിൽ പരിസ്ഥിതി ഒരു വിഷയമായി മാറുന്നത് 1950-കൾക്ക് ശേഷമാണ്. പരിസ്ഥിതിയെ നമ്മൾ സംരക്ഷിച്ചില്ലെങ്കിൽ, പുനരുജ്ജീവിപ്പിച്ചില്ലെങ്കിൽ അതിൻ്റെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിലായത് ഏതാണ്ട് ആ കാലഘട്ടത്തിലാണ്. പ്രധാനമായി വഴിത്തിരിവായത് റേച്ചൽ കൾസന്റെ നിശബ്ദ വസന്തം എന്ന പുസ്തകമാണ്. നാട്ടിലെ പരിസ്ഥിതി പ്രശ്നങ്ങളെ പറ്റി ആഴത്തിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ എഴുതിയതാണത്. ഈ പുസ്തകം ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുകയും പരിസ്ഥിതി പ്രധാന വിഷയമാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്തു. പരിസ്ഥിതിയെ വേണ്ട വിധത്തിൽ സംരക്ഷിച്ചില്ലെങ്കിൽ മനുഷ്യരാശിയെയും പ്രകൃതിയെയും തന്നെ ഇല്ലാതാക്കുമെന്ന തിരിച്ചറിവുണ്ടാകുന്നതിന് ഈ പുസ്തകം വഴിയൊരുക്കി. പല സമൂഹങ്ങളും അതിനും എത്രയോ മുമ്പ് തന്നെ പരിസ്ഥിതി ഒരു വിഷയമായി കണ്ടിരുന്നു. പരിസ്ഥിതി പ്രവർത്തകരുടെ മഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന സിയാറ്റിൻ മൂപ്പന്റെ പ്രസംഗം പ്രസിദ്ധമാണ്. റെഡ് ഇന്ത്യക്കാർ എങ്ങനെയാണ് പരിസ്ഥിതിയെ കണ്ടിരുന്നതെന്ന് ആ പ്രസംഗത്തിലൂടെ നമുക്ക് വ്യക്തമായി തിരിച്ചറിയാൻ സാധിക്കും. സിയാറ്റിൻ മൂപ്പൻ ചോദിക്കുന്നു, ആകാശത്തെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത് എങ്ങനെ? അല്ലെങ്കിൽ മണ്ണിന്റെ ചൂടിനെ? ആ ചിന്ത ഞങ്ങൾക്ക് അപരിചിതമാണ്. അന്തരീക്ഷത്തിന്റെ നവനൈർമല്യവും വെള്ളത്തിന്റെ വെട്ടിത്തിളക്കവും ഞങ്ങളുടേതല്ലായിരിക്കെ നിങ്ങൾക്ക് അവ എങ്ങനെ വാങ്ങാൻ കഴിയും? പ്രകൃതി വിഭവങ്ങൾക്ക് അതിരുകളില്ലെന്ന് നമുക്കൊരു ധാരണയുണ്ട്.
പ്രകൃതി കനിഞ്ഞകിയ ജീവനോപാധികൾക്കും ജൈവ വൈവിധ്യങ്ങൾക്കും കണക്കില്ലെന്ന് നമ്മൾ വിചാരിച്ചു. അതൊക്കെ സ്വാഭാവികമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിഭാസമാണെന്നായിരുന്നു വിശ്വാസവും. പക്ഷേ ഭൂമിയിൽ ജീവനെ താങ്ങി നിർത്തുന്ന ജൈവ വൈവിധ്യങ്ങൾ സൂക്ഷിച്ചു കൈകാര്യം ചെയ്തില്ലെങ്കിൽ നശിച്ചു പോകുമെന്നും ശരിയായ അവബോധമില്ലായ്മയുടെയും അശ്രദ്ധമായ ചെയ്തികളുടെയും ദുരന്തഫലമാണ് ഇന്നു നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും തിരിച്ചറിയാൻ വൈകിപ്പോയെന്നു മാത്രം. പ്രകൃതിയിലെ സമ്പന്നമായ വൈവിധ്യങ്ങളുടെ ഒരു ഭാഗം മാത്രമാണ് മനുഷ്യൻ. വൻമരങ്ങൾ മുതൽ സൂക്ഷ്മജീവികൾ വരെ അടങ്ങുന്ന വൈവിധ്യത്തിലാണ് നമ്മുടെ നിലനിൽപ്പ്. എന്നാൽ പ്രകൃതിയെ സംരക്ഷിക്കാനും നശിപ്പിക്കാനുമാകുന്നത് മനുഷ്യർക്ക് മാത്രമാണ്. മൈന ഉമൈബാൻ എഴുതിയതാണ്. ഇവിടെ പ്രകൃതി എന്ന് പറയുന്നത് എന്താണ്? നശിച്ചു പോകുന്നില്ല എന്നതാണ് വിശ്വാസം, അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ഒരു ധാരണ. പക്ഷെ തെറ്റായ ധാരണയാണ്. പ്രകൃതി എന്ന് പറയുന്നത് നശിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മനുഷ്യന്റെ ഇടപെടൽ മൂലമാണ് ഇത്രയും നാശങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പരിണിത ഫലമായിട്ടാണ് ഈ കാലാവസ്ഥാ മാറ്റവും മറ്റുമൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ ആ ഒരു സന്ദേശം തന്നെയാണ് ഈ ഒരു പാഠഭാഗവും നമുക്ക് തന്നിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ പ്രവർത്തനം വായിക്കാൻ പറയാം എന്നുള്ളതാണ്. ആദ്യത്തെ ചോദ്യം: ഇപ്പോഴും മധ്യവേനൽ അവധിക്ക് സ്കൂൾ പൂട്ടാൻ കാത്തിരിക്കുന്ന കുട്ടിയാണ് ഞാൻ. എഴുത്തുകാരി ഇങ്ങനെ പറയാൻ കാരണം എന്താണ്? എന്തുകൊണ്ടാണ് എഴുത്തുകാരി അങ്ങനെ പറഞ്ഞത്? കാരണം 4 മലകളുടെ താഴ്വരയിലെ ദേവിയാർ കോളനി എന്ന ഗ്രാമനിവാസിയാണ് എഴുത്തുകാരി. അവിടുത്തെ ബാല്യകാലത്തെ ഓർമ്മകളിൽ എഴുത്തുകാരി സ്വയം വേനലവധിക്കായി കാത്തിരിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയായി കരുതുന്നു. അതിലൂടെ തന്നെ ബാല്യകാല അനുഭവങ്ങളിലേക്കുള്ള സഞ്ചാരമാണ് അവർ തുടങ്ങുന്നത്. രണ്ടാമത്തെ ചോദ്യം: വെള്ളം വല്ലാതങ്ങ് ഒഴുകിപ്പോകാതെ തടഞ്ഞു നിൽക്കാൻ ഇതൊക്കെ മതിയായിരുന്നു. വെള്ളത്തെ തടഞ്ഞു നിർത്തുന്ന ഘടകങ്ങൾ എന്തൊക്കെയായിരുന്നു? പുഴയിലെ മണല്, കല്ലുകള്, കുഞ്ഞു കണ്ടല്, കല്ലൂർ വഞ്ഞി എന്നിവയാണ് വെള്ളത്തെ തടഞ്ഞു നിർത്തിയ ഘടകങ്ങൾ. മൂന്നാമത്തേത്: വർഷത്തിൽ 1-2 മാസം മാത്രമാണ് അവിടെ കാര്യമായി മഴയില്ലാത്തത്. എന്നിട്ടാണ് ഈ അവസ്ഥ. ഏതവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്? ഏതവസ്ഥയാണ്? കെട്ടിടം പണിക്കും കയ്യാലപ്പണിക്കുമായി മനുഷ്യർ ആറ്റിലെ കല്ലുകൾ പൊട്ടിച്ചെടുത്തു. മണൽ മുഴുവൻ കോരിക്കൊണ്ടുപോയി. വേനലായാൽ കൃഷിക്കും മറ്റുമായി പുഴയിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് എടുക്കാനും തുടങ്ങി. അതോടെ മഴ പെയ്യുന്ന വെള്ളം അതേ വേഗത്തിൽ പെരിയാർ ചെന്ന് ചേരുന്ന സ്ഥിതിയായി. മാത്രമല്ല, വേനൽക്കാലത്ത് പുഴയിൽ വെള്ളം കുറയുകയും ചെറുകുഴികളിൽ കറുത്ത നിറമുള്ള വെള്ളം മാത്രമായി ശേഷിക്കുന്ന അവസ്ഥയും. ഇതൊക്കെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് വർഷത്തിൽ 1-2 മാസം മഴയില്ലെങ്കിലും ഇവിടുത്തെ കാര്യം ഈ രീതിയിലാണ് എന്നിവിടെ പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് 4ാമത്തെ ചോദ്യം നോക്കാം. എത്രയെത്ര വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ് ഈ ഭൂമി? ഏതെല്ലാമാണ് ഈ വൈവിധ്യങ്ങൾ? അപ്പോൾ നമ്മുടെ പാഠഭാഗത്ത് പറയുന്നുണ്ട് ഭൂമി എന്ന് പറയുന്നത് വളരെയധികം വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ് എന്നല്ലേ. അപ്പോൾ എന്തൊക്കെ വൈവിധ്യങ്ങളാണ് അവിടെ പറയുന്നത് കൂട്ടുകാരെ? അതിമനോഹരമായ ഭൂപ്രദേശങ്ങളെ, വൈവിധ്യമാർന്ന ആവാസ വ്യവസ്ഥകൾ, ജീവന്റെ സമ്പന്നമായ ഇടം, ഭീമാകാരങ്ങളായ പർവ്വതങ്ങൾ മുതൽ വിശാലമായ സമുദ്രങ്ങൾ വരെ, സമൃദ്ധമായ മഴക്കാടുകൾ മുതൽ വരണ്ട മരുഭൂമി വരെ, ഇതുപോലെ ധാരാളം വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ് ഈ ഭൂമി എന്നാണ് പറയുന്നത്. ഇനി 5ാമത്തെ ചോദ്യം: ഈ പുസ്തകം ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുകയും പരിസ്ഥിതി പ്രധാന വിഷയമാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്തു. ഏത് പുസ്തകത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? ആ പുസ്തകത്തിൻ്റെ പ്രത്യേകത എന്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ആ പുസ്തകം? റേച്ചൽ കഴ്സന്റെ നിശബ്ദ വസന്തം എന്ന പുസ്തകത്തെക്കുറിച്ചാണ് പറയുന്നത്. പരിസ്ഥിതി പ്രശ്നങ്ങളെ ആഴത്തിൽ പഠിച്ച് ലോകത്തെ അത് മനസ്സിലാക്കാൻ പ്രേരിപ്പിച്ച പരിസ്ഥിതി പ്രസ്ഥാനത്തിന് വഴിത്തിരിവായ ഒരു പുസ്തകമാണിത്. 6ാമത്തെ ചോദ്യം അവസാനത്തെ ചോദ്യമാണ്. നാം തിരിച്ചറിയാൻ വൈകിപ്പോയ കാര്യം എന്തെന്നാണ് പറയുന്നത് എഴുത്തുകാരി? ഭൂമിയിൽ ജീവനെ താങ്ങി നിർത്തുന്ന ജൈവ വൈവിധ്യങ്ങൾ സൂക്ഷിച്ചു കൈകാര്യം ചെയ്തില്ലെങ്കിൽ നശിച്ചു പോകുമെന്നും ശരിയായ അവബോധമില്ലായ്മയുടെയും അശ്രദ്ധമായ ചെയ്തികളുടെയും ദുരന്തഫലമാണ് ഇന്ന് ലോകം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്നും തിരിച്ചറിയാൻ വൈകിപ്പോയി എന്നാണ് എഴുത്തുകാരി പറയുന്നത്. ഓക്കെ, അപ്പോൾ 1ാമത്തെ സെക്ഷൻ കഴിഞ്ഞു. അടുത്ത ഇതിലേക്ക് നമുക്ക് കടക്കാം. വരികൾ വാക്യങ്ങൾ എന്നുള്ളതാണ് അടുത്ത പ്രവർത്തനമായിട്ട് വരുന്നത്. 1ാമത്തേത്: പെരിയാറെ പെരിയാറെ പർവ്വതനിരയുടെ പനിനീരെ, കുളിരും കൊണ്ട് കുണുങ്ങി നടക്കും മലയാളി പെണ്ണാണു നീ. സിനിമാ ഗാനമാണ്. വയലാർ രാമവർമ്മ എഴുതിയതാണ്. 2ാമത്തേത്: പൂഴി മണലതിൽ പണ്ടിരുന്നു പൂന്താങ്കോലേറെ കളിച്ചതല്ലേ
കുളിരോലുമോളത്തിൽ മുങ്ങി മുങ്ങി കുളിയും ജപവും കഴിച്ചതല്ലേ കുറ്റിപ്പുറം പാലം ഇടശ്ശേരി എഴുതിയതാണ്. ഈ കവിതാഭാഗങ്ങളിലെ ആശയവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ ലേഖനത്തിൽ നിന്ന് കണ്ടെത്തിയെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടത് ഒന്നാമത്തേത്, രണ്ട് മലകൾക്കിടയിലൂടെ വെള്ളിയരഞ്ഞാണം പോലെ ഒഴുകുന്ന പെരിയാർ എന്നുള്ളതാണ്. ഓക്കെ, ഒന്നാമത്തേത് സിനിമാ ഗാനവുമായ വയലാറിൻ്റെ അതുമായി ബന്ധപ്പെട്ടതാണ് ഇത്. രണ്ടാമത്തേത് കുറ്റിപ്പുറം പാലവുമായി ബന്ധപ്പെട്ടത്, ഒരിക്കൽ ആറ്റിൽ നിന്ന് കയറുന്ന രീതിയില്ലായിരുന്നു. കണ്ണു ചുവന്ന് ചുറ്റും മഞ്ഞുപോലെ തോന്നിക്കുമ്പോൾ കരയിലെ കല്ലുകളിൽ കയറിയിരുന്നു ഉണങ്ങുകയും പിന്നെയും ആറ്റിലേക്ക് ചാടുകയും ചെയ്യുന്ന തവളകളായിരുന്നു ഞങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് ലേഖനത്തിൽ പറയുന്നത്. അടുത്ത പ്രവർത്തനം ലഘുവാക്യങ്ങളാക്കാം എന്നുള്ളതാണ്. ഭൂമിയിൽ ജീവനെ താങ്ങി നിർത്തുന്ന ജൈവ വൈവിധ്യങ്ങൾ സൂക്ഷിച്ചു കൈകാര്യം ചെയ്തില്ലെങ്കിൽ നശിച്ചു പോകുമെന്നും ശരിയായ അവബോധമില്ലായ്മയുടെയും അശ്രദ്ധമായ ചെയ്തികളുടെയും ദുരന്ത ഫലങ്ങളാണ് ഇന്ന് ലോകം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്നും തിരിച്ചറിയാൻ വൈകിപ്പോയെന്നു മാത്രം. ഈ വലിയ വാക്യത്തെ ഇങ്ങനെ ചെറിയ വാക്യങ്ങളായി വേർതിരിച്ചെഴുതാം. അപ്പോൾ ഇതൊരു വലിയ വാക്യമാണ് അല്ലേ, വലിയൊരു സെൻറ്റൻസ് ആണ് തന്നിട്ടുള്ളത്. ഇതിനെ നമുക്ക് എങ്ങനെ ചെറുതാക്കാം? ഭൂമിയിൽ ജീവനെ താങ്ങി നിർത്തുന്ന ജൈവ വൈവിധ്യങ്ങൾ സൂക്ഷിച്ചു കൈകാര്യം ചെയ്തില്ലെങ്കിൽ നശിച്ചു പോകും. അടുത്തത്, ശരിയായ അവബോധമില്ലായ്മയുടെയും അശ്രദ്ധമായ ചെയ്തികളുടെയും ദുരന്ത ഫലങ്ങളാണ് ഇന്ന് ലോകം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് തിരിച്ചറിയാൻ വൈകിപ്പോയെന്ന് മാത്രം. അങ്ങനെ 3 എണ്ണമാക്കിയിട്ട് ചെറിയ വാക്യങ്ങളാക്കി നമുക്ക് എഴുതാം. ലേഖനത്തിൽ നിന്ന് വലിയ വാക്യങ്ങൾ കണ്ടെത്തി അവയെ ചെറുവാക്യങ്ങളായി വേർതിരിച്ചെഴുതാനാണ് അടുത്തതായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ലേഖനത്തിൽ ഇനിയുമുണ്ട് ഇതുപോലെയുള്ളത്. അപ്പോൾ നമുക്കതൊന്ന് എഴുതി നോക്കാം. 1. ഒരു വശത്ത് പരിസ്ഥിതി നാശത്തെപ്പറ്റി പറയുകയും മറുവശത്ത് സംരക്ഷണത്തെപ്പറ്റി ക്ലാസുകളും ചർച്ചകളും എങ്ങുമെത്താതെ പോവുകയും ചെയ്യുന്നു. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? ഒരു വശത്ത് പരിസ്ഥിതി നാശത്തെപ്പറ്റി പറയുന്നു, അടുത്തത് മറുവശത്ത് സംരക്ഷണത്തെപ്പറ്റി ക്ലാസുകളും ചർച്ചകളും എങ്ങുമെത്താതെ പോവുകയും ചെയ്യുന്നു. ഇത് 2 എണ്ണമാക്കി നമുക്ക് എഴുതാം. ഇനി അടുത്തത്, പരിസ്ഥിതിയെ വേണ്ട വിധത്തിൽ സംരക്ഷിച്ചില്ലെങ്കിൽ മനുഷ്യരാശിയെയും പ്രകൃതിയെയും തന്നെ ഇല്ലാതാക്കുമെന്ന തിരിച്ചറിവുണ്ടാക്കുന്നതിന് ഈ പുസ്തകം വഴിയൊരുക്കി. ഇനി ഇതിനെ നമുക്ക് 3 എണ്ണമാക്കി എഴുതാം. 1. പരിസ്ഥിതിയെ വേണ്ട വിധത്തിൽ സംരക്ഷിക്കണം. 2. ഇല്ലെങ്കിൽ മനുഷ്യരാശിയെയും പ്രകൃതിയെയും ഇല്ലാതാക്കും. 3. ഈ തിരിച്ചറിവ് ഉണ്ടാകുന്നതിന് ഈ പുസ്തകം വഴിയൊരുക്കി. ഇങ്ങനെ 3 എണ്ണമാക്കി 3 വാക്യങ്ങളാക്കി ചെറുവാക്യങ്ങളാക്കി നമുക്ക് എഴുതാവുന്നതാണ്. അടുത്ത പ്രവർത്തനം പ്രയോഗഭംഗി കണ്ടെത്താം എന്നുള്ളതാണ്. അവസാനത്തെ പ്രവർത്തനം കൂടെയാണ്. പെരിയാറ്, ഒഴുകുന്ന പെരിയാറ്, വെള്ളിയരഞ്ഞാണം പോലെ ഒഴുകുന്ന പെരിയാറ്. പെരിയാർ എന്ന പദത്തിനോട് കൂടുതൽ പദങ്ങൾ ചേർന്നപ്പോൾ അർത്ഥതലങ്ങളിൽ വന്ന മാറ്റമെന്ത് ചർച്ച ചെയ്യാൻ പറയുന്നുണ്ട്. ഇവിടെ പെരിയാർ ഒഴുകുന്നതിനെ വെള്ളിയരഞ്ഞാണം പോലെ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ചിത്രം രൂപപ്പെടുന്നുണ്ട് അല്ലേ. ഇത്തരത്തിൽ കൂടുതൽ പ്രയോഗങ്ങൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി എഴുതാനാണ് നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ അർത്ഥമെന്നും അതുപോലെ ഇത്തരത്തിലുള്ള ഒരു പ്രയോഗവും കൂടെ നമുക്ക് എഴുതാം. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് വെള്ളത്തിൻ്റെ തെളിമയും പരിശുദ്ധിയും ഈ പ്രയോഗത്തിലൂടെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇനി ഇത്തരത്തിലുള്ള മറ്റൊരു പ്രയോഗമാണ് തിളക്കം, വെട്ടിത്തിളക്കം, വെള്ളത്തിൻ്റെ വെട്ടിത്തിളക്കം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. മുഴുവൻ പ്രവർത്തനങ്ങളും അവയുടെ ഉത്തരവും നമ്മൾ നോക്കി. ഇനി അടുത്തതായിട്ട് നമുക്ക് അടുത്ത പാഠഭാഗത്തിലേക്ക് കടക്കാം. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.